14 അന്ന് ഇന്ന് ഞാൻ ജനിക്കുന്നതിന് ഒരു വർഷം മുന്നേ ഇറങ്ങിയ പടമാണ്. അപ്പോൾ ലാലേട്ടനായിരുന്നാലും ശോഭനായിരുന്നാലും വീണ്ടും കാണണമെന്ന് ആഗ്രഹിച്ചു വന്നത് ഒരു 100 വട്ടത്തിൽ കൂടുതൽ ടി വിയിലായിരുന്നാലും ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ കണ്ടിട്ടുള്ള പടമാണ്. ബട്ട് അത് ഇന്നും എന്നും എവർഗ്രീൻ ക്ലാസിക് തന്നെയാണ് മോളിവുഡിലെ എക്സ്പീരിയൻസ്. ഞാൻ ആക്ച്വലി എനിക്ക് എൻഡ് ആയപ്പോൾ ഉണ്ടല്ലോ കണ്ണും നിറഞ്ഞു പോയി. കുറേ ലെജൻഡറി ആക്ടേഴ്സ് നമ്മളെ വിട്ടുപോയി, അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ ആക്ച്വലി പൂനെന്ന് ഇതിനായിട്ട് വന്നതാണ്. ബിക്കോസ് നോർത്തിൽ ഇതിൻ്റെ റിലീസ് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. സോ യുനോ ഞാൻ ആക്ച്വലി ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡയറക്ടർ ലാൽ സർ എന്നെ ക്രോസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു സ്ട്രൈക്കായി. ഹി വാസ് ദ സെക്കൻഡ് യൂണിറ്റ് ഡയറക്ടർ ഫോർ ദിസ് ഫിലിം. സോ ആ സമയത്ത് ഫാസിൽ സാർ അല്ലാതെ സിബി സാറും പ്രിയദർശൻ സാറും സിദ്ദിഖ് ലാൽ സാറും കൂടെ കംപ്ലീറ്റ് ചെയ്ത ഒരു മൂവിയാണ്. എല്ലാം ഇത്രയും ലെജൻഡറി ആൾക്കാർ ചെയ്ത് വെച്ച ഒരു പടമാണ്. ആൻഡ് ഇത്രയും ലെജൻഡറി ആർട്ടിസ്റ്റ് നമ്മുടെ മോളിവുഡിലെ ആ സമയത്തുള്ള ഏറ്റവും ലെജൻഡറി ആർട്ടിസ്റ്റ് ആരും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാവരും ഉണ്ടായിരുന്നു. സോ എനിക്ക് ഇത്രയും ഒരു വേറെ ലെവൽ മൊത്തം വർത്തായി ഞാൻ ഇവിടം വരെ വന്നത്. ഞാൻ കേട്ടു ജർമ്മനിയിൽ നിന്ന് ഡോക്ടർ വന്നിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് റീ റിലീസായിട്ട്. സോ എന്തുമാത്രം ഒരു പൊട്ടൻഷ്യൽ ഈവൻ ടുഡേ ഇൻ ബോളിവുഡ് നമ്മൾ നോക്കുമ്പോൾ ഇതിന് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോഴും പൈസ ഉണ്ടാക്കുന്നത്. സോ എത്രമാത്രം പൊട്ടൻഷ്യൽ ഈ സ്ക്രിപ്റ്റിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര വേറെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇനി ഇല്ല. വളരെ ഗ്രാൻഡ് റിലീസ്. അയ്യോ ഫുൾ ആക്ച്വലി നമ്മൾ അങ്ങ് ഇൻവോൾവ് ആക്കി കളയും പടം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വിസിലും അടിക്കും, കൈയും തട്ടും. പക്ഷെ എൻഡ് മൊമെന്റ് ആകുമ്പോൾ നമ്മൾ അതൊക്കെ മറന്നങ്ങ് പടത്തിനകത്ത് കയറും. പിന്നെ നമ്മൾ അതൊക്കെ അങ്ങ് മറന്നു പോകും. ഇറ്റ് വാസ് അത് നിങ്ങൾ കാണണം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറങ്ങിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ? 5ലോ 6ലോ പഠിക്കുന്ന അച്ഛൻ്റെ അമ്മേനും കൂടെ പോയിരുന്നു. അതും ഒരു ഓലപ്പുര എവിടെയായിരുന്നു? ആ തിയേറ്ററില്ല, അതെല്ലാം അടച്ചു കൂട്ടി. ഇപ്പോൾ പക്ഷേ 4Kയിൽ വളരെ നന്നായിട്ട് എക്സ്പീരിയൻസ് ആയിട്ട്. കാരണം ഞങ്ങളുടെയൊക്കെ ആ സമയത്ത് ഇവിടെ സിറ്റിയിൽ 100 ദിവസം പൂർത്തിയായിട്ടാണ് 2-3 മാസം കഴിഞ്ഞിട്ടാണ് അവിടെ തിയേറ്ററിൽ വരുന്നത്. ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് നമ്മൾ കണ്ട സിനിമയായിരുന്നു. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിലെ ലെജൻസ് ഇപ്പം നമ്മളോട് ഇല്ലാത്ത അവരെല്ലാം വീണ്ടും ഈ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു പ്രത്യേക അവർ ഇല്ലാത്തതിൻ്റെ ഒരു നഷ്ടം തോന്നുന്നുണ്ട്. പക്ഷെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ 4Kയും ഡോൾബി അറ്റ്മോസും കൂടെ എല്ലാം ഈ ഓഡിയോ ഉള്ളിൽ വന്നപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോഴാണ് ശരിക്കും ആ മനസ്സിലോട്ടായ സിനിമ അതിൻ്റെ ഒരു ശരിക്കുള്ള എക്സ്പീരിയൻസ് കിട്ടിയത് ഇപ്പോഴാണ്. നമ്മൾ തിയേറ്ററിൽ നമ്മൾ ടി വിയിലൊക്കെ ഒരു 100ലധികം തവണ കണ്ടിട്ടുണ്ടെങ്കിലും അത് ഒരിക്കലും ഈ പറയില്ല വീഞ്ഞിന് വർഷങ്ങൾ കഴിയുന്നവർ വീഞ്ഞും കൂടും. അതേപോലൊരു ഫിലിം. ഇനി ചിത്രവും വന്ദനവും അതെല്ലാം വീണ്ടും ഇതേപോലെ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അതിന് നിർമ്മാതാക്കളെ കാണുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഇറങ്ങിപ്പോട്ടെ. നല്ല പടം തന്നെയാണ്. എല്ലാവരും കണ്ട പോലെ തന്നെ ഭയങ്കര നൊസ്റ്റാൾജിയ ഉള്ള ഒരു ഫീല് കിട്ടും. ഈ ഒരു 4K ഡോൾബി അറ്റ്മോസ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഈ 4K റിമാസ്റ്ററൊക്കെ നമ്മളെല്ലാം കണ്ട സിനിമ അത്യാവശ്യം ഓഡിയൻസിന്റെ റിയാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ചില സീനൊക്കെ വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ എന്നിട്ട് കൈയടിക്കുന്നു. പക്ഷെ അങ്ങനെ നല്ല രസമായിരുന്നു. പണ്ട് അത് എവിടെ കൂടെ തന്നെ കണ്ട, പക്ഷെ പണ്ട് കണ്ടതില്ല. അപ്പോൾ ഒരു നൊസ്റ്റാൾജിയ ഉണ്ടായിരുന്നു. നല്ല സിനിമ, വളരെ ഏറ്റവും ഭയങ്കര നല്ലതാണ്. വീഡിയോ ക്വാളിറ്റി എല്ലാം ഉണ്ട്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? തിയേറ്റർ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞാൻ 93 ശ്രീകുമാർ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം കേരളത്തിൽ കണ്ടു. പക്ഷേ ഇതിന് മാറ്റിനോ റീമാസ്റ്റർ ചെയ്തിരിക്കുന്നത് സൂപ്പറാണ്. അതിൻ്റെ ഓഡിയോ ട്രാക്ക് ഭയങ്കര എഫക്റ്റാണ്. അറ്റ്മോസ്ഫിയർ അതായത് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് മോണോയായിരുന്നു, അതായത് മോണോ ട്രാക്കാണ്. പക്ഷേ ഇത് അറ്റ്മോസ്ഫിയർ വേണ്ടി ഇവർ ഒരുപാട് റീക്രിയേഷൻ ചെയ്തിട്ടുണ്ട്. പഴയ ട്രാക്കൊക്കെ അത് സൂപ്പറായിട്ട് അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിൽ ഭയങ്കര ഓരോ ഡയലോഗിനും തിയേറ്ററിൽ കിട്ടുന്ന കൈയടിയുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. എത്ര പ്രാവശ്യം സിനിമ എല്ലാവരും കണ്ടു കാണാം ടി വിയിൽ. ഇങ്ങനെ കഴിഞ്ഞ ടി വിയിലുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഇതൊരു കിടിലൻ ഒരു വെറൈറ്റി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. അതിലൊരു മാറ്റമില്ല. എന്താ പറയുക, ഒരു ടൈംലെസ് ക്ലാസിക്കാണ് മലയാളത്തിൽ. അതിനൊരു കിടിലൻ ട്രിബ്യൂട്ട് തന്നെയാണ് ഈ തിയേറ്റർ തന്നെ ഒന്നും കൂടെ ഒന്ന് കണ്ടാൽ കിടിലൻ എക്സ്പീരിയൻസ്. ആയിരം കണ്ടിട്ടുണ്ടെങ്കിൽ മലയാളത്തിൻ്റെ ബെസ്റ്റ് മൂവി തന്നെ പറയാം. രക്ഷയില്ല, അടിപൊളി. അത് പറയണ്ടല്ലോ. തിയേറ്ററിൽ കാണാൻ അനുഭവം വേറെ തന്നെയാണ്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ ഇവർ 4K ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അറ്റ്മോസൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഭയങ്കര ഫ്രഷ്നെസ്. ആ ഒരു BGM കേൾക്കുമ്പോൾ വീണ്ടും ഗൂസ് ബംസ്, ആ ഒരു ഹൊറർ ഫീല്, എല്ലാ കൈൻഡ് ഓഫ്
എക്സ്പീരിയൻസ് ഉണ്ട്. സൂപ്പറായിരുന്നു. കണ്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വീണ്ടും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, റീ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് പ്രോബ്ലം ആയിട്ട് വന്നു. ബാക്കി ഗ്രേറ്റ് മൂവി, എല്ലാവരുടെയും ഫേവറേറ്റ് മൂവി അല്ല. പടം നമുക്കിപ്പോൾ നമ്മൾ കൊച്ചിനെ കണ്ട പടമാണ്. അപ്പം നമുക്കിപ്പോൾ ഒരിക്കലും